ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ നെയിം റിപ്പീറ്റ്ലി മനസ്സിലേക്ക് കൊണ്ടുവരിക. കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. ദ എംപ്രസ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണിത്. വളരെ മിസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്ത് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് കറൻ്റ്ലി അവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മിസ് ചെയ്യുക, നിങ്ങളുടെ പഴയ കാര്യങ്ങൾ, സ്നേഹത്തോടെ നിങ്ങളുണ്ടായിരുന്ന നിമിഷങ്ങൾ, അതെല്ലാം തന്നെ അവർ ഇങ്ങനെ ആലോചിക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഒരുപാട് സ്നേഹം തോന്നുകയാണ് ആ പേഴ്സൺ, നിങ്ങളുടെ അടുത്തൊരു കെയറിങ് തോന്നുകയാണ്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഒരു നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊട്ടടുത്ത് നിൽക്കുകയാണ്, ബ്രേക്കപ്പ് ആകേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ട്രൂത്ത് അറിയാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ, സത്യാവസ്ഥ അവർ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിരിക്കാം. മീൻസ് അവരുടെ ലൈഫിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അത് ആ പേഴ്സൺ റീസൺ ആണ് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതെങ്കിൽ അവർക്കത് നിങ്ങളടുത്ത് തുറന്നു പറയണം. ഓക്കെ, അതായത് ആ ഒരു ട്രൂത്ത് നിങ്ങൾക്ക് തരണമെന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങളതിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവർക്ക് സത്യം അറിയാം, പക്ഷേ ഇവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാകാം. അപ്പം അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് അവർ ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവർ അത് നിങ്ങളെ അറിയിക്കണം എന്നുള്ള രീതിയിൽ, ഒരു ജസ്റ്റിസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ തോട്ട്സ് ആണ്. സോ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞല്ലോ, ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ഒഴുകുന്ന സ്നേഹം ഇപ്പം കറൻ്റ്ലി നിങ്ങളടുത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിൻസിയർ ആയിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ട് നിങ്ങളടുത്ത് ഒരു ഇഷ്ടം തോന്നുകയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അട്രാക്റ്റ് ആയി പോവുകയാണ് ഈ പേഴ്സൺ നിങ്ങളടുത്ത് ഒരുപാട് എന്നുള്ളത് കാണുന്നുണ്ട്. അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് ഈ ഒരു എംപ്രസിൻ്റെ എനർജിയും അതുപോലെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയും വരുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക എന്ന് പറയുമ്പം ഇമോഷണലി, റൊമാൻറ്റിക്കലി എല്ലാ ടൈപ്പിലും അവരിങ്ങനെ മിസ് ചെയ്യുമ്പം, ഇങ്ങനെ ആ ഒരു മിസ്സിങ് എനർജി അവരിങ്ങനെ ആലോചിക്കുമ്പം, ഡ്രീം ചെയ്യുമ്പം ഒക്കെ അത് എന്താവാണ്, ഇവിടെ നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇവർ കൂടുതൽ അട്രാക്റ്റ് ആവുകയാണ്. അവരങ്ങനെ കൂടുതൽ അട്രാക്റ്റ് ആയി അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഓൾഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ, ഓക്കെ, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അവരിങ്ങനെ ആലോചിക്കുമ്പം അവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും അവരിൽ അട്രാക്റ്റ് ആവണം. അതായത് അവരറിയാതിരുന്നു കൊണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അവരറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തു പോവുകയാണ് നിങ്ങളെ ഒരുപാട്. ആ മാനിഫെസ്റ്റിൽ നിങ്ങൾ വീഴുന്നു ഉണ്ടാകാം.
ഫോർ എക്സാമ്പിൾ, നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ട് നിൽക്കുമ്പോൾ, മൂവ് ഓൺ ചെയ്ത് വളരെയധികം ഒരു സെൽഫ് ലവ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ ഈ പേഴ്സൻ്റെ എനർജി ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ ചെയ്യുന്ന മാനിഫെസ്റ്റ് കാരണമാണ്. മനസ്സിലാക്കുക. ചിലപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്യുന്ന മാനിഫെസ്റ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓർക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റ് ആവുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ നടക്കുകയാണ് അവിടെ. ഫോർ ഓഫ് സോർട്സ് ആണ്. ഇപ്പം എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പം അവരുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവരതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കിടക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തായാലും നിങ്ങളുടെ ഈ സന്തോഷകരമായിട്ടുള്ള ഓർമ്മകൾ അവരിലേക്ക് കടന്നു വരുമ്പം അത് അവർക്കൊരു സ്മൈല് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് ഒരു മിസ്സിങ് എനർജി എന്ന് പറയുമ്പോഴും അവർ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജി അല്ല, അവരുടെ എനർജി ഹൈ തന്നെയാണ്. അവരതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ സെലിബ്രേഷൻസിലെല്ലാം അവർ വളരെയധികം ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. അവരുടെ സ്നേഹം ഓവർലോഡഡ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാകാം മേ ബി നിങ്ങളടുത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ഓൾഡ് മെമ്മറീസ് ആണ് അവരെ ഇങ്ങനെ ഈ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നത്, ഈ ഒരു മിസ്സിങ് എനർജിയിലേക്ക്. അല്ലെങ്കിൽ ഡ്രീം ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് കൂടുതൽ ഡ്രീം ചെയ്യിപ്പിക്കുക. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ പാസ്റ്റിൽ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചിട്ട് അവർക്കുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളായിരിക്കാം. അത് അവരെ വളരെയധികം ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഈഗോ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ പേഴ്സണും ഹീലായി പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഹീലാവുന്നത് കൊണ്ടാണ്, ഇപ്പോൾ ഈഗോ ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ സ്വയം തെറ്റ് ചെയ്തിട്ടും അത് സമ്മതിച്ചു തരാതെ നിങ്ങളുടെ തലയിൽ എടുത്തിട്ട് തരുന്ന ഒരു പേഴ്സണാണ്, മാനിപ്പുലേറ്റീവ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടറുള്ള പേഴ്സണാണ് നിങ്ങളതെങ്കിൽ അവർക്ക് ഈ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടുള്ള ഉപയോഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള അവരുടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഒരു കാർഡും കൂടി എടുക്കാം. 2 ഓഫ് വൺസ് ആണ്. ഭയങ്കരമായിട്ട് സ്പാർക്ക് അടിക്കുകയാണ് അവർക്ക് നിങ്ങളെടുത്ത്. അതായത് ഒരു എഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അട്രാക്ഷനിലേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് സ്പാർക്ക് തോന്നുക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളടുത്ത് കാണിക്കാത്തൊരു തരം സ്നേഹം, അത് ഒരു ഭ്രാന്തമായ സ്നേഹം എന്നൊക്കെ പറയില്ലേ, അതിപ്പം നിങ്ങളടുത്ത് ഓവറായിട്ട് തോന്നുന്നത്. അത് കറൻ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം, ഒരു അൺലിമിറ്റഡ് ആയിട്ട് ഒഴുകുന്ന സ്നേഹം നിങ്ങളടുത്ത് ഫീൽ ചെയ്യുകയാണ് ഈ പേഴ്സൺ എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ് ഭയങ്കര ഹൈ ആവുകയാണ്. മേ ബി 3 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. മേ ബി ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും പ്രെയറോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുകയോ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ, മീൻസ് നിങ്ങൾ ഇപ്പം ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്തത് കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ടോ പ്രെയർ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യം കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രമാത്രം നിങ്ങളടുത്തോട്ട് ഫീലിങ്സ് വരുന്നത്. ഇമോഷണലി ആയാലും റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ ഫീലിങ്സ് വരുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണെന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്. ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു സക്സസ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഉറപ്പായിട്ടും. ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്, അതൊരു സക്സസ് വിക്ടറി കാർഡാണ്. വെളിച്ചം വരുന്നു, ലൈറ്റ് വരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. 3 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ ഇടയിലേക്ക് അഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വന്നേക്കാം, മൂന്നാമത് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നേക്കാം. പക്ഷെ നെവർ മൈൻഡ്, നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളതിലേക്ക് മൂന്നാമതൊരാളെ നിങ്ങൾ വലിച്ചഴയ്ക്കണ്ട. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ
നൈറ്റ് ഓഫ് വൺസ് ആണ്. സൺ കാർഡ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ്. നിങ്ങളിപ്പം ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് മടുത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആളുകളാണെങ്കിൽ എഗെയിൻ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളടുത്തോട്ട് എഗെയിൻ അവർ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. റീയൂണിയൻ പോസിബിലിറ്റി ആണ്. ഓക്കെ, ഒറ്റൊരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന മൂന്നാമത്തെ വ്യക്തികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.